ഇക്കഴിഞ്ഞ ജനുവരി 21-നാണ് തിരുവനന്തപുരം മൃഗശാലയിലെ നൈല, ലിയോ എന്നീ സിംഹങ്ങൾക്ക് കുഞ്ഞുങ്ങൾ പിറന്നത്. ജനിച്ച 3 കുഞ്ഞുങ്ങളിൽ ഒരാളുടെ ജീവൻ നഷ്ടമായി. മുൻപും ഇത്തരമൊരനുഭവം ഉണ്ടായിരുന്നതുകൊണ്ട് മൃഗശാല അധികൃതർ വേണ്ടുന്ന മുൻകരുതലുകൾ എടുത്തിരുന്നു. ആരോഗ്യസ്ഥിതി മോശമായിരുന്ന കുഞ്ഞുങ്ങൾക്ക് ചുറ്റും അധികൃതർ കരുതലിന്റെ കരം വിരിച്ചു. വെറ്റിനറി സർജന്റെ മേൽനോട്ടത്തിൽ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാരായ ജിജോ, നഹാസ്, അനിമൽ കീപ്പർ അനിൽ എന്നിവരെ ഉൾപ്പെടുത്തി ഒരു പ്രത്യേക സംഘം തന്നെ രൂപീകരിച്ചു. അമ്മ നൈലയ്ക്ക് ആവശ്യത്തിന് മുലപ്പാലില്ലാത്തത് വെല്ലുവിളിയായി മാറിയെങ്കിലും പാൽപ്പൊടി കലക്കി നൽകിയും കൃത്യമായ ചികിത്സയിലൂടെയും പരിചരണത്തിലൂടെയും കുഞ്ഞുങ്ങളെ ആരോഗ്യവാന്മാരാക്കി മാറ്റി. ആരോഗ്യം വീണ്ടെടുത്ത ആൺകുഞ്ഞും പെൺകുഞ്ഞും ഏറ്റവും അപകടകരമായ ആദ്യ 30 ദിവസം കടന്നെങ്കിലും ഇതിനിടയിലൊരിക്കൽ പെൺകുഞ്ഞ് രക്തത്തിലെ പഞ്ചസാര കുറഞ്ഞതിനെ തുടർന്ന് അപകടാവസ്ഥയിലായിരുന്നു. സ്വന്തമായി ഇറച്ചി കഴിക്കാൻ തുടങ്ങുന്നതോടെ ഇവരെ തുറന്ന കൂടുകളിലേക്ക് മാറ്റും. അതുവരെ ഏകദേശം 3 മാസത്തോളം ഇവരെ ഹോസ്പിറ്റലിൽ സജ്ജീകരിച്ചിട്ടുള്ള നേഴ്സറിയിൽ തന്നെ പരിപാലിക്കും. അതിനുശേഷമാകും കുഞ്ഞുങ്ങൾക്ക് എന്ത് പേരിടണമെന്ന് നിശ്ചയിക്കുക.